പൊന്നും മകനെ രാജാവേ നന്നായിരിക്കും പൊന്നു മകനുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് വന്നു പടച്ചോ എല്ലാത്തിനും വന്നു. എന്തെന്നാണ് പറയല്ല ആർച്ചില വേണ്ടി ആർക്കും കാട്ടാണ്ട് ഞാൻ എടുത്തു വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അതാണ് കണ്ട രാമച്ചൻ എന്നെയും കാത്തിരിക്കുന്നുണ്ട്. എനിക്കറിയാം, അതാണ് ഞാൻ കയ്യിൽ വെച്ചത്. രാമച്ചൻ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറേ ആയിട്ടോ എൻ്റെ മനസ്സിൽ ഭയങ്കര ബേജാറും ടെൻഷനും ഒക്കെ ആയിരുന്നൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളും അന്വേഷിക്കുന്നുണ്ട് എൻ്റെ അച്ഛമ്മനെ കാണാനും വേണ്ടിയിട്ട് പോവാന്നുള്ളൊരു കാര്യം. അതന്നെ കേട്ടോ. അച്ഛമ്മായി ഇവിടെ തന്നെ ഇരിക്കണ്ടേ. അച്ഛമ്മായി ഒന്നരാടം വരുന്നുണ്ട്. എന്റെ സിലു വിളിച്ചാ, എന്റെ മകള് വിളിച്ചാ, എന്റെ മകളുടെ ഒരു വിവരമില്ല. ഞാനപ്പ അങ്ങനെ പറഞ്ഞേ കാല് വയ്യാണ്ടിരിക്കാണ് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോ അതിന് തീരെ സമാധാനമില്ല. കാലത്ത് എങ്ങനെ ഉണ്ടോ, മാറിയോ എന്തോ, എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നതാണ്. അപ്പൊ അവൾക്ക് വയ്യാണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു സമാധാനം ഇല്ല. ഇതപ്പൊ വന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട ആള്. ഉണ്ണിയേ സുഖമല്ല മേനെ കേട്ടാ പൊന്നു മാറിയാ. ഇങ്ങനെ അവിടെ പോയി എന്നെ ചോദിച്ചോണ്ടേയിരിക്കാണ്. മിന്നാന്ന് മറ്റേ അച്ഛമ്മായി വന്നിട്ട് പറയാ എന്റെ മകളുടെ സൗണ്ട് ഒന്ന് എനിക്ക് കേൾപ്പിച്ച് തരുമോ പറഞ്ഞിട്ട്. എന്താ എന്റെ മകള് വരാത്ത കൊറേ ആയി കണ്ടിട്ട്, എന്നെയൊക്കെ മറന്നോ എന്തോന്നൊക്കെ പറയാനേ. ഒന്ന് വായ സിൽത്താത്ത. ഞാൻ എൻ്റെ കാര്യങ്ങളുടെ ഇടയിൽ എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര മനസ്സിൽ ടെൻഷനുണ്ടായിരുന്നു. ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല, എന്നെയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ നമ്മൾ നാളത്തെ എക്സാമൊന്നും വക വെക്കുന്നില്ല. ഇന്നലെ ഞാൻ പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എനിക്ക് പോകാനുള്ള വാഹനമൊന്നും തയ്യാറായിരുന്നില്ല. അപ്പോൾ നമ്മൾ അച്ഛമ്മ ചിക്കൻ കഴിക്കൂല, നോൺ വെജ് ഒന്നും കഴിക്കൂല. രാമച്ചൻ കഴിക്കും. അപ്പോൾ രാമച്ചന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് പോവാം കേട്ടോ. അയച്ച മിണ്ടാണ്ടിരിക്കുക, ഞാൻ അതാ വരുന്നേ. എല്ലില്ലാത്ത പീസ് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരാളേ ഉള്ളൂ, കൂടുതലൊന്നും കഴിക്കൂല. അപ്പോൾ കുറച്ചെടുത്തിട്ട് പോവാം. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ അച്ഛമ്മനെ കാണാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വേറൊരു പപ്പടം വെക്കുന്നൊരു ചേച്ചി അമ്മ ഉണ്ടായിരുന്നില്ലേ, അവർക്കും കൂടെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ബാസ്ക്കറ്റിൽ 2 പേർക്കും ഒരേപോലെ നമ്മൾ സാധനങ്ങൾ എടുത്തിട്ടാണ് കേട്ടോ പോണത്. അവർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ മാസത്തിലേക്കുള്ള സാധനമൊക്കെ കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ ഈ ഒരു 2-3 മാസമായിട്ട് നമുക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. മറ്റേ പപ്പടം വെക്കുന്ന ചേച്ചീൻ്റെ കാര്യം വന്നിട്ട് നമ്മൾ വേറെ MLA ഓഫീസിലൊക്കെ വിളിച്ച് പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവരുടെ പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛമ്മനെ കാണാൻ പോകാൻ പറ്റാത്തതായിരുന്നു ഏറ്റവും വലിയൊരു സങ്കടം. എപ്പോഴും അച്ഛമ്മ അവിടെ പോയിട്ട് എന്നെ അന്വേഷിക്കുകയും എൻ്റെ മോൾക്ക് എന്ത് പറ്റി എന്താണ് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ എൻ്റെ മൊബൈൽ സ്ക്രീനൊക്കെ പോയിട്ട് അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിയുള്ള നമ്മുടെ ശാരീരികപരമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോൾ എന്തായാലും 2 പേരും ഇമോഷണൽ ആവും എന്നുള്ളത് ഉറപ്പായിരുന്നു കേട്ടോ. അതായത് ഒരു പ്യുവറായിട്ടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ
അത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് മൊത്തം നമ്മൾ എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല കേട്ടോ. അവിടെ എന്താണോ സംഭവിച്ചത് അത് എൻ്റെ മോള് ജസ്റ്റ് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. റീച്ച് കിട്ടാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ മാസവും അച്ഛമ്മനെ പോയി കണ്ട് അത് വീഡിയോയുടെ എത്രയോ പേര് കുറേ ആയിട്ട് പറയുന്നതാണ് അച്ഛമ്മനൊന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീച്ച് കിട്ടാനാണെന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഈ പറഞ്ഞ ഈ ചാരിറ്റി ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഞാൻ ചാനലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല. ഓൾറെഡി എൻ്റെ വാപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാപ്പ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ വാപ്പാൻ്റെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ ഏറ്റെടുത്ത് വന്നതാണ്. അത് നിങ്ങളിൽ കുറേ പേര് കാണുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവം എന്നല്ല കേട്ടോ, എത്രയോ ദിവസങ്ങൾ എടുത്തിട്ട് നടക്കുന്ന കാര്യമാണ് ഒരു വീഡിയോ ആയിട്ട്. സുഖല്ലേ? ഞാൻ എത്ര ദിവസമായിന്നറിയോ കാണണം. എനിക്കൊരേ ബേജാറായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ പോയി അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു വിളിച്ചു പറഞ്ഞു വയ്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ സൗണ്ട് കേട്ടു കേട്ടാ? എന്നിട്ട് പോട്ടത്ത് നോക്കി കണ്ടില്ല. അല്ല ഉണ്ണിന്റെ പോട്ടത്ത് ഇങ്ങനെ ആക്കില്ലേ, അത് നോക്കി എന്റെ നള്ളു കാണണോ പറഞ്ഞ അത് കണ്ടില്ല. കാല് സുഖമില്ലായിരുന്നു. പിന്നെ കാലിന്റെ അവസ്ഥ എന്താ കാല്? അതാ വീണ്ടും വയ്യാണ്ട് ഇടക്കൊന്ന് ഊരി ഞാൻ. പിന്നെ നോക്കിയപ്പോൾ വീണ്ടും വയ്യാണ്ട് കെട്ടി. ഉള്ളിൽ എല്ലിന്റെ മജ്ജ പൊട്ടിയിരിക്കുകയാണ്. അതാ വീണൊന്നുമില്ല, തനിയായത്. എല്ല് തേമാനല്ലമ്മ. തേയ്മാനാണോന്നൊന്നും അറിയില്ല. ആള് വയ്യ പാവ. എന്റെ മകൾക്കൊന്ന് എത്ര ഇവിടെ എത്തേണ്ടതാണ് അച്ഛമ്മായി പറയുന്ന അവിടെ വന്നിട്ട് പറയാ എന്റെ മകളൊന്നുണ്ട് പാലക്കാട്, എന്റെ മകള് വന്നില്ല. ഞാൻ ഡെയിലി ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഈ ഓരോ കാര്യം ഇടയിൽ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല, പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബിസിനസിന്റെ ആവശ്യത്തിന്. പിന്നെ വേറെ കുറേ പ്രശ്നങ്ങള് ഒക്കെ ആയിട്ട് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട ബാക്കി കാര്യമുള്ളൂ. ഇനി ഒക്കെ അവിടെ നിക്കട്ടെ വന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. എന്താ ആള് വല്ലണ്ടായല്ലോ. വല്ലണ്ടായ ഇത്തിരി മെലിഞ്ഞു അന്നത്തെ കാട്ടി. പാവം സുഖമില്ല എല്ലാം കൊണ്ടും. അതാണേ ഒരു ഇത്തിരി കഞ്ഞി വെച്ച് കുടിക്കേണ്ടി വരും. എനിക്കൊരു മകളേ ഉള്ളൂ, അത് വന്നില്ല. എന്റെ മകള് വന്നില്ല. ആ എന്റെ പൊന്നു മാൻ കൊടുക്കി. ഇതെന്താ ദൂഷ? നിങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിട്ട് വന്നതാണ്. അതിനെന്താണ് കുടിക്ക്. അവള് കരുതി വന്നിട്ടുണ്ട് നമ്മളൊക്കെ ഉണ്ടാകും ഇനി ഞാനൊരാൾ കാക്കട്ടെ. ഇതൊക്കെ ഞങ്ങൾക്ക് തന്നില്ലേ? അല്ലാവ് വന്നിറങ്ങി. അതന്നെ ഞാൻ വന്ന് ഇറങ്ങിയില്ലേ? ഇതിനേക്കാളാ എന്ത് വരുന്നില്ലേ? എന്റെ മനപ്പോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുട്ടാ. ദേവലോകം വന്ന പോലെ ആയി. ഇത്രയും വലിയ പ്രാർത്ഥന ഇവിടെ നിന്ന് കിട്ടൂല്ലേ? എന്താ പറയുന്നത്? എന്റെ മകൾക്ക് നിറയെ ആയുസ് കൊടുക്കും. അതെനിക്കറിയാം. കാരണം ഇതിനകത്ത് കിടക്കുന്ന ഓരോ നിമിഷത്തിലും അവരെന്നെ കുറിച്ച് ആലോചിക്കുന്നുള്ളത്. ഒരു ദിവസം എന്റെ മന കണ്ടവർണ്ണം കണ്ടുള്ളത് എനിക്ക് മനസ്സിലേക്ക് ഈ കൃതത്തിൽ എന്റെ മകള് കോടീശ്വരിയാകട്ടെ. എന്റെ മകള് എനിക്ക് എന്തൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ മഴ നനയാണ്ടാക്കി തന്നില്ലേ? എന്റെ മകള് വന്നില്ലല്ലോ. ഇടയ്ക്ക് എന്റെ മമ്പ വന്നിട്ടൊന്ന് എനിക്ക് ഒത്തിരി ഒരു വഴി ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ മിന്നാന്ന് പോയിട്ട് ബൈക്കൊക്കെ നോക്കി. എനിക്കാവുമ്പോ ഇതാവുമ്പോ വണ്ടി എടുത്തിട്ട് വേഗം ഇറങ്ങി വന്നാൽ മതിയല്ലോ. ഇവളിപ്പോ +2 കഴിയും. എക്സാം ആവുമ്പോ ഇത് കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോകും. ജോലി കിട്ടട്ടെ എന്റെ പൊന്നുമാന്. കണ്ട ഇതാണ് പറയണത്. എല്ലാ പെൺകുട്ടികൾക്കും നല്ല ജോലി കിട്ടും. ജോലി കിട്ടട്ടെ എന്റെ പൊന്നു മകൾക്ക് കേട്ടാ. എന്റെ മകൾക്ക് നേരെ ഇരുന്ന് കൂട്ടം കൂടിയപ്പോ സമാധാനം. പിന്നെന്ത് എന്തോ ദേവലോകം പോലെയായി. ഞാനേ അച്ഛമ്മനെ കാണാൻ വേണ്ടി നല്ല പൂതി ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വഴിക്ക് ഏതെങ്കിലും വഴിക്ക് പോണെങ്കിൽ ഒന്ന് വന്ന് ഇറങ്ങിയിട്ട് പോയാലോ എന്നൊക്കെ വിചാരിക്കും. പിന്നെ നോക്കുമ്പോ രാത്രി ആയിരിക്കും നമ്മൾ എത്തുമ്പോഴേക്കും. അപ്പൊ പറ്റൂല. ഇപ്പൊ മഴയൊക്കെ വിട്ടു, ഭക്ഷണമൊക്കെ നന്നായി. വേറെ ലുങ്കി വേണോ? വേണ്ട മന ഇതൊക്കെ നിങ്ങൾ തള്ളമാർക്ക് ഇത്ര വേണം. ഞാനിതില് സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ സോപ്പ് പൊടിയുണ്ട്. അപ്പൊ പിന്നെ നിങ്ങക്ക് തേച്ച് കുളിക്കാനുള്ള സോപ്പ് പൊടി വന്നിട്ട് തുണി അലക്കാൻ ബക്കറ്റിലൊന്ന് ഇട്ട് വെച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അത് അതിന്റെ അഴുക്കൊക്കെ പോകും. പിന്നെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിട്ടാ മതി. എന്താ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈ സ്നേഹം മതി. സ്നേഹമുണ്ട്.
കടക്കുമ്പോഴും എന്താ പറയുന്നറിയോ ഒരു ഒച്ച കേൾക്കാൻ വേണ്ടി എന്ത് കാട്ടും അപ്പൊ നമുക്ക് പഠിച്ചവനുണ്ട് മുത്ത മകളുടെ കണ്ട് കൂടി മാറിയ പിന്നെ ഞാന് വന്നു നോക്കണ വെറുതെ നോക്കണ പോയിട്ട് 5-6 മാസമല്ലേ ഒരു കൊല്ലയാ ഒരു കൊല്ലം 2 മാസം അല്ലേ? ഒരു കൊല്ലമായി കൊറേ ദിവസമായിട്ട് കാണാത്ത പോലെ തോന്നിയിട്ട്. എന്റെ പൊന്നാരെ കാലും കൊണ്ട് വയ്യ പറഞ്ഞു മാറിയമ്മനെ. ഇല്ല, വേദന ഉണ്ട്. ഇനിയിപ്പോ അത് കാലാകാലം അങ്ങനെ ഉണ്ടാവും തോന്നുന്നു. എന്റെ കണ്ണി കൂടെ വെള്ളവും കൂടി വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാലോ. കണ്ണി കൂടെ കടകടേ വെള്ളം വരുന്നുണ്ട് മുത്തേ. തലയൊക്കെ ചീകിട്ടിരുന്നൂടെ? എനിക്ക് വലിയ മന തല ഒത്തിരി കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് തെല്ല് കിടക്കുകയാണ്. എന്റെ മകന്റെ വീടാണത്. അച്ഛമ്മന്റെ വീട്. അപ്പൊ എന്റെയും വീട്. എന്റെ മകനും തന്നിട്ടല്ലേ ഞങ്ങൾ ഇരുന്ന് കരികട്ട വീട് നോക്കാൻ പൊളിച്ചു പോയില്ല മേനെ. നിങ്ങളെല്ലാം തന്ന് ഞാൻ ചത്ത് വിറ്റുന്ന് പോയാലും മറക്കില്ല പടച്ചോനെ. പോരെ അള്ള തന്നു, എന്നെ ഇടയിൽ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ കൈ കിട്ടിയല്ലേക്ക് തരിക. അവൾക്ക് ആ വിചാരമുണ്ട്. അവൾക്ക് ആ വിചാരമുണ്ട്. ആ അത് നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും നടക്കൂല. റബ്ബ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന ആൾക്ക് ഇന്നത് ഇന്നവരിലൂടെ കൊടുക്കണം. അതിന് എന്നെ റബ്ബ് എന്താ പറയാ നിശ്ചയിച്ചത്. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം അച്ഛമ്മന്റെ അടുത്തേക്ക് വരാൻ പറ്റിയത്. അപ്പൊ അതൊരു യോഗം. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി കിടക്കാനും യോഗം. എൻ്റെ ഒരു എന്താ പറയാ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ആരോ ആയിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അല്ലാതെ ആർക്കും എന്തോ ചെയ്തു കൊടുത്തു. ഞാൻ എത്രയോ പേർക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛമ്മ പറയുമ്പോൾ എന്തോ ഒരു എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. ഇത്തിരി കൽക്കണ്ട് കുരുമുളകൊക്കെ ഇട്ട് പൊടിച്ചിട്ട് തിന്നിക്കുര വരും കേട്ടോ. നല്ല പറയുന്നുണ്ട്, നല്ല ചുമയുണ്ട്. രാത്രിയൊക്കെ ശ്വാസം മുട്ടിയിട്ട് അതിൻ്റെ കൽക്കണ്ട മങ്ങ പനി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓരോ അലച്ചിലൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക. ഇതിപ്പോൾ ഇതുപോലെയുള്ള അമ്മമാർക്ക് വേണ്ടി ഓടി നടക്കുക. അതൊക്കെ തന്നെ ജീവിതത്തിലൊരു സന്തോഷം. ആരോഗ്യം തരട്ടെ. മീൻ അതാണ് വേണ്ടത്. ആരോഗ്യം ആയുസ്സുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇവരെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുവേ. പഠിച്ചോൻ എത്ര വലിയ പരീക്ഷണം തന്നാലും ഇവരിങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു വഴി മുന്നിലേക്ക് വന്ന് രക്ഷപ്പെടും. ഒരു ടെൻഷനും മാത്രം കാത്താൽ മതി. എൻ്റെ ഈ ജീവിതത്തിലുള്ള സ്വത്ത് ഇതൊക്കെ. രാമച്ചന് പോയ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് വീട്ടില് ചിക്കനാണ്. അപ്പൊ കുറച്ച് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് വന്നു. കണ്ടോ, അച്ഛമ്മ ചിക്കൻ കഴിക്കൂലോ. അതുകൊണ്ട് അച്ഛമ്മക്കില്ല, രാമച്ചന് മാത്രം. അല്ല, ഇതൊക്കെ ഓർമ്മ വെക്കണല്ലോ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ. വേഗം കുറച്ച് പല്ലില്ലാത്തോണ്ട് പിന്നെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ടാണ്. എന്തായാലും നിങ്ങളൊക്കെ വരും എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എടുക്കുമ്പോ എന്ത് ചെയ്ത് മൊത്തത്തിലൊരു 10 അങ്ങോട്ട് എടുത്ത്. എന്റെ പൊന്നു മകളെ അതിന് കൊളാതെ കോടി ചൂഞ്ഞാരും ഇല്ലാണ്ട് നന്നായി ഇരിക്കട്ടെ. അതന്നെ കൽക്കട്ടോ ജീരകം കൂടി പൊടിക്കുക. ജീരകം കൽക്കണ്ടം കൂടി പൊടിച്ചിട്ട് ഇത്തിരി വാരിട്ട കുരുമുളക് 2 മണി ഇട്ടുകൊണ്ട് പൊടിക്കുക അമ്മിയിൽ. എന്നിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ച അമ്മിക്ക് എവിടെ പോയി നീ അങ്ങോട്ട് പോയി ഞാൻ പൊടിച്ചു തരാം. ഇതാണ് അപ്പൊ നമ്മുടെ വീട്. എൻ്റെ വീട് കണ്ടോളി ഗൈസ്. നമ്മുടെ അച്ഛമ്മൻ്റെ വീട് നമ്മൾ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് മേലെ തൂക്കി വെച്ചിരിക്കുന്നത്. ഡെയിലി വിളക്കൊക്കെ കത്തിക്കണ്ടല്ലോ. എനിക്ക് കുറച്ച് ഈ കിട്ടിയ സ്നേഹമൊക്കെ മതി, വേറൊന്നും വേണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ആവശ്യമുണ്ടോ ഇവിടേക്ക്? ആവശ്യമൊന്നും വേണ്ട. ഇത് വെക്കാനൊരു സ്റ്റാൻഡ് വേണല്ലേ? അതൊന്ന് റെഡിയാക്കി തരാം. അരിയൊക്കെ ഉണ്ടോ? ഇതിലില്ലല്ലോ അരി. എന്താ
കെട്ടി തൂക്കിക്കോളി. എന്നിട്ട് നിങ്ങൾ വേണ്ടുമ്പോൾ എടുത്തിട്ട് എൻ്റെ മകൻ മുറ്റോളി. ആ മുത്ത് കൊടുത്ത് വെച്ചോളി. മുത്ത് മൂത്തതാണ്. ആർക്കും കാട്ടണ്ട. ആർക്കും കാട്ടാണ്ട് ഞാൻ എടുത്തു വെച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അമ്മമാര് മക്കൾക്ക് വീട്ടിലേക്ക് വന്ന ഓരോ സാധനം തന്നു വിടൂലേ? ആ അതാണ് എൻ്റെ അച്ഛമ്മ. എന്ത് സ്നേഹാണെന്നറിയോ? സ്നേഹമോ ഇത് ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് വെച്ചിട്ട് ഒരു കഷ്ണം എൻ്റെ മങ്ങ ഇറച്ചിയും കൂട്ടി വെക്കുമ്പോൾ തിന്നുമ്പോൾ എന്നെ ആലോചിക്കല്ല. അത് കൊണ്ടുപോകണം. പാവോ എൻ്റെ മകൾക്കാണ് ഒരു മുറി എനിക്കും തന്നു. എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. വന്നാൽ കൊടുക്കാൻ കൊടുത്തു വെച്ചാണ്. എല്ലാവരും എന്താ ഞാൻ കൊടുക്കണു, എൻ്റെ മകൾ കൊടുത്തു വെച്ചാണ്. അതിലുണ്ടല്ലോ കുറേ സ്നേഹവും ഒക്കെ. ഞാനേ എൻ്റെ പൊന്നു മകൾക്ക് ഇത് തരണം പറഞ്ഞിട്ട് മനസ്സിലേക്കൊരു സന്തോഷം. ഇതിൻ്റെ വിത്തെടുത്തിട്ട് എൻ്റെ മക്കളെ ഇരിക്കുന്ന നോക്കിയാൽ തലേ മുളക്കും. ഞാനത് വിത്തിട്ട് മുളപ്പിച്ച് എപ്പോഴും അത് കാണുമ്പോൾ ഇങ്ങനെ അച്ഛമ്മയുടെ ഓർമ്മ വരും. അപ്പൊ അച്ഛമ്മ ഇവിടുന്ന് വിളിക്കുമ്പോ അല്ല ഇവിടുന്ന് വിളിക്കണ്ടെന്ന് തോന്നുമ്പോ ഞാൻ ഓടി വരും. ഉണ്ണി എന്നാലും ഒന്ന് എനിക്ക് ഫോണ് പോകുമ്പോൾ ഇവരൊക്കെ വിളിക്കാൻ അറിയില്ലാത്തോണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് സംസാരിക്കായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് അത് ഉപയോഗിക്കാൻ എന്തെങ്കിലും ആയല്ലോ. ഞാൻ എന്തൊക്കെ ഉണ്ട്. ആ അതാണ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഒന്നുമില്ല. വൈകുന്നേരം ആയ ചെമ്മിരിക്കി ചായപ്പൊടി ഇല്ല, പഞ്ചാര ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. എന്തൊക്കെ ഉണ്ട് കാണിച്ചു തരാം. ഇതാ ഇത് റസ്ക്. ഇതൊരു ഡപ്പയിൽ നമ്മൾ വാങ്ങി തന്ന ഡപ്പല്ലേ, അതിലിട്ട് വെക്കുക. അപ്പൊ ആവശ്യമുള്ളപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാം. ഇപ്പൊ റസ്ക് കഴിയാ ബിസ്ക്കറ്റ് ഉണ്ട്, കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലെ രാത്രി നാശ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാലേ സേമിയ വെച്ച് കഴിച്ചോളൂ. ഇത് സേമിയ, ഇത് ഉണക്കമുളക്. ആ അതാണ് റവ. ഇത് തേച്ച് കുളിക്കണ സോപ്പാണ്, മേലെ തേച്ച് കുളിക്കണം. നിങ്ങൾ ഏതാ ഉപയോഗിക്കാന്ന് അറിയില്ല. അപ്പൊ ഞാൻ പഴയ കാലത്ത് എല്ലാവരും ഉപയോഗിക്കണ സാധനങ്ങളില്ല അതെടുത്ത്. ചന്ദ്രിക ഇത് മൂന്നും മേലെ തേക്കണ സോപ്പ്. ഇനിയിപ്പൊ ചായപ്പൊടി ഇല്ലാന്നുകൊണ്ട് ആർത്തും പോയി പൈസ ചോദിക്കണ്ട. ഇതാ ചായപ്പൊടി, പരിപ്പ്, ഉപ്പ്. വന്ന് നിലയിറങ്ങിയ ആളാവും. 10 പൈസയില്ലാണ്ടിരിക്കണം. പെൻഷൻ വന്നിട്ടില്ലേ? പെൻഷൻ വന്നതൊക്കെ കഴിഞ്ഞു. ഒരാൾക്ക് വന്നുള്ളൂ, അതിന് വന്നിട്ടില്ല. അപ്പൊ രാമന് മാത്രമേ വന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സോപ്പ് പൊടി. ഇത് ഒരു പക്കറ്റിൽ ആർക്കെങ്കിലും കൊടുത്താൽ അച്ഛമ്മക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സോപ്പ് പൊടി ഇവിടെ മാറ്റി വെക്കണ്ടേ. ഇത് ഇവർക്ക് പൊരിച്ച് കഴിക്കാൻ, ചോറിന്റെ കൂടെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ. ഇതും അതേപോലെ സോയാബീൻസ് ഇല്ലേ, കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് പൊരിച്ചാൽ മതി. ഇത് കണ്ടിട്ട് കാലം എത്രയായി? പൊട്ടുകടലയാ ഇവിടെ ലോകത്തെ പീടിയിലോ ഞാൻ പോകുമ്പോ കുറച്ച് പൈസ തരാം. എന്തെങ്കിലും വേണ്ടത് അപ്പൊ പോയി വാങ്ങിച്ചാ മതി എടുത്ത് വെച്ചിട്ട്. എനിക്ക് എന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനത്ത് കുറച്ച് പൈസ തന്നു വെക്കാം. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്താൽ മതി. ഞാനുണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ മെസ്സേജ് ചെയ്താലും ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. നിങ്ങൾ കൊടുത്താൽ മതി. എപ്പോഴും വരാൻ പറ്റും, ദൂരമായതുകൊണ്ടാണ്. ഇത് പെരുംജീരകം, ബിരിയാണി വെക്കാനുള്ള സാധനം. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടില്ല. പേര് വെച്ചിട്ട് മുളകും കൂടി ഇല്ലാണ്ട് അതിന് പേര് വെച്ചിട്ട് കൂട്ടി കഴിഞ്ഞു. അതാണ് എനിക്ക് മുളക് വാങ്ങാൻ തോന്നിയത്. തോന്നിയ ഒരു മുളകില്ല, ഒരു ഇത് ചെറിയ പപ്പടാണ്. അവിടെ കൂട്ടാൻ എന്തെങ്കിലും. ഇനി അഥവാ എണ്ണ തികയാതാവുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പൊരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പപ്പടം പൊരിച്ചാൽ മതിയല്ലോ. അത് ആലോചിച്ചിട്ടാണ് ചെറിയ ഇത് വാങ്ങിച്ചത്. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ എല്ലാ സാധനം, കടുക്, പിന്നെ ഉണക്കമുന്തിരി, മൈദാമാവ്. പഞ്ചസാര എടുക്കാൻ മറന്നു. ഷുഗർ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ?
പഞ്ചസാര എടുക്കാൻ മറന്നു. ഞാൻ വാങ്ങുമ്പനെ ചായ പൈസ തരാം. എണ്ണയും പഞ്ചസാര ഇല്ല അല്ലേ മോനെ? ആ അതിപ്പോ നോക്കിയപ്പോ അവിടെ ഞാൻ ഇങ്ങനെ നോക്കിട്ട് കണ്ടില്ല. എന്റെ അത് കുഴപ്പമില്ല, പൈസ തരാം. കൊണ്ട് വന്നില്ലേ ഇതെല്ലാം മതി മോനെ. ഒന്നും വേണ്ട. ലേവലോകം വന്നു പോയി പടച്ചോ. അതിനൊരു സാഹസം ഒന്ന് വീണു മോനെ ഇതൊക്കെ കിട്ടിയപ്പോ. ഞാനിപ്പോ അങ്ങനെ കണ്ണിക്കൂടെ വെള്ളം വന്ന് എൻ്റെ ഉമ്മ വന്നപ്പോൾ എനിക്ക് തെണ്ണി വന്ന് എൻ്റെ മകള് വരുന്നു പറഞ്ഞപ്പോൾ ലേവലോകം വന്ന് ഇറങ്ങിയ പോലെയായി. പടച്ചോ വന്നു. നീ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെയല്ല മോനെ ഇതിന് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാരും പോലെയല്ല അച്ഛമ്മ. പോലെയല്ല എനിക്ക് അച്ഛമ്മ ഇസ് മൈ സ്പെഷ്യൽ. ഹലോ ഓടി വന്നാണല്ലേ കാണാൻ വേണ്ടിട്ട്. അല്ലേ എൻ്റെ മകള് ആമീൻ. മൈ ഗിഫ്റ്റ്. അത് നോക്ക് താത്തൊക്കെ മേടിച്ചോണ്ട് വന്നാൽ എൻ്റെ കുട്ടി ആർക്കൊക്കെ മേടിച്ചോ. പടച്ചോനെ മേലെ ഇറങ്ങി വാ. അല്ലാ 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 അല്ലാ. അങ്ങനെ അതന്നെ കിടക്കുമ്പോഴും ഇവിടെ കിടക്കുന്ന എൻ്റെ കട്ടിലിൽ കിടക്കുമ്പോഴും അല്ലാ കാപ്പി കഴിക്കണേ എന്ന് പറഞ്ഞു വന്നു വന്നു. അതൊക്കെ അവിടെ നേരാകും. നേരായി നന്നായി കോടീശ്വരി ആരും പെറ്റ മക്കള് കൊണ്ടുവരുമോ? അതന്നെ എനിക്കിപ്പോ തന്നെ മക്കള്. ഞാൻ എന്റെ മകള് പിന്നെന്താ ആരെ മക്കള്? ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് ഒരു മകളെ കട്ടി കൊണ്ടാത് വരുമ്പോ ഒഴിവ് കിട്ടുമ്പോ വരുമ്പോ ഇതിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തണുത്തു. അതല്ല അത് 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 ആ അരിയാണ്. ഇതിൽ ഈ സ്നാക്സ് ഇട്ട് വെച്ചാൽ മതി അച്ഛമ്മ. മതി, ഞാൻ അതിലിട്ട് വെക്കാം. അപ്പൊ എവിടെ പൊട്ടിയാലും ചായ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാ. ആ എണിച്ചിട്ടുണ്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവാ. ഓ എൻ്റെ പൊന്നും അങ്ങനെ എൻ്റെ മകൻ എന്തിലാ വന്ന് കാറിലെ വന്ന് ആ അത് തൂക്കിയിട്ട് പോവാ. അത് അവിടെ വെക്കടാ. ഞാൻ രാമച്ചന് ജ്യൂസ് കൊടുത്തിട്ട് വരാം. രാമച്ച ഓർമ്മയുണ്ടാ? എന്നെ ഓർമ്മ ഉണ്ടാ? ആരാണ്? ആ മകൾ തന്നെ. ശരി, രാമച്ചന് ഞാൻ അന്ന് ഒരു സാധനം കൊണ്ടുവരാ പറഞ്ഞില്ലേ? എന്തായിരുന്നു? ചിക്കൻ. ടണ്ടടേ, ഇതിലെല്ലുണ്ട്. വീട്ടിലുണ്ടാക്കിയതാണ് കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം തോന്നുമ്പോൾ റന ഇവിടെ നോക്ക് നിറയില്ലുള്ളത്. ആ പിന്നെന്താ കഴിക്കാണ്ട്? നീ രാമച്ചൊരു ജ്യൂസ് അത് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കഴിച്ചോ. ഓ പിടിച്ചോട്ടെ. അതിനെന്താണ്? ഉറക്കമപ്പിലാണ് ആള്. കാത് കേക്കില്ല, ചെവി കേക്കില്ല. കമ്മിയായി. എൻ്റെ അമ്മ കുറച്ചും കൂടെ ഞാനും കുടിക്കും, അച്ഛമ്മയും കുടിക്കണം. ആ ഉണ്ട് ഇതാ ഉണ്ട് കൂട്ടി ഓരോ തൊട്ട് വെച്ചോളി. അലുവത്തുണ്ട് പോലെ എൻ്റെ ഇത് വെറുതെ നമ്മുടെ അസുഖം കൂടിയൊക്കെ പോകും. മാറൂല്ലേ? പോയിട്ട് നാളെ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കിച്ച് തേങ്ങയും ജീരവും കൂടി അരച്ചും കൊണ്ട് വെറുക്കണ. മുളക് പൊടിയൊന്നും തോന്നണില്ല. മതി. ഇത്തിരി കുരുമുളക് കൂട്ട സൂപ്പറായി. ഡൺ ഡീൽ. വെച്ചുണ്ടാക്കി അടുത്താണെങ്കിൽ കൊണ്ടുവന്ന് തരായിരുന്നു. പൽപ്പൊടിയൊക്കെ തീർന്നാ? ഇത് ആക്ച്വലി നമ്മൾ അന്ന് കൊണ്ടുവന്നത് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അലമാരയിൽ. ഈ അലമാര ഇങ്ങനെ കുറച്ച് വൃത്തിയായിരിക്കാനേ ഇവിടെ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. ഒട്ടിച്ചിട്ടില്ല. ഇനി ഒരു ദിവസം വരുമ്പോ ചെയ്തു തരാം. ഒഴിവുപോലെ ലീവുള്ള സമയത്ത് ഞാൻ വരാം. ആ അലമാരയിൽ ഒട്ടിച്ച അലമാര പുതിയ അലമാരയാവും.
ഇനി അടുത്ത എവിടെയെങ്കിലും പണി നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഈ സ്റ്റാൻഡ് അടിക്കാനും അടുക്കളുടെ അടുപ്പും റെഡിയാക്കി തരാം. പണിക്കാർ വരുമ്പോൾ ഒന്നിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോ വിട്ടിരിക്കുന്നത്. അത് ആവശ്യം വരുമ്പോ എടുക്കാം, എവിടേക്കെങ്കിലും ആവശ്യം വരുമ്പോ. മറ്റേ വീടിന്റെ ടൈലിടണ്ടേ. ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പാലക്കാട് ഒരു വീട് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. എനിക്കല്ലേ തന്നിരിക്കുന്നത്. അള്ളാവ് പഠിച്ചോൻ വന്ന് നിലയറിയാണെന്ന് പഠിച്ചോന്ന് എനിക്ക് തരുമോ? തരും കിട്ടോളി, നിങ്ങൾക്ക് കിട്ടും, പഠിച്ചോന്ന് തരും. അങ്ങനെ അവിടെ നിന്ന് വന്നു പഠിച്ചോ, എല്ലാത്തിനും വന്നു. എന്തെന്നോണ പറയല്ല, കരച്ചില വേണ്ടി. ഷുഗറിനൊക്കെ നല്ലതാണ് ഇത്. മാങ്ങ നല്ലതാണ്, അത് കുടിച്ചാൽ നന്നു. അതൊക്കെ കൊണ്ട് വന്നു സ്വത്തെ. നമ്മങ്ങനെയല്ലാണ്ട് ആരും വാങ്ങി തരും. അതാണ് അതന്നെ ഞാനുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. എന്റെ മകളുണ്ടായി സ്വത്ത് മകളാണ്. കുട്ടി പറഞ്ഞിട്ട് പോയി, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛയമ്മായി പറയും, ഞാൻ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞില്ലേ. അവൾക്ക് വരാൻ പറ്റാണ്ടാണ്, എന്തൊക്കെയോ അടങ്ങാറിൽ വരാൻ പറ്റാണ്ട്. ഞാൻ എന്നിട്ട് വിചാരിച്ചേ എൻ്റെ മന ഒരു അടങ്ങാറും ചൂനും മൂക്കും ബെസറക്കാതെ ഇരിക്കട്ടെ പഠിച്ചോനെ കണ്ട്. അത് അവിടെ വന്നിട്ട് പറയാം, എൻ്റെ കുട്ടിക്ക് മൂക്ക് ബെസറക്കാതിരിക്കട്ടെ, ഒന്ന് വിളിച്ചു കേട്ടെ, എൻ്റെ കുട്ടിൻ്റെ ഒച്ചയൊന്ന് കേട്ടെ. ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകനെ എൻ്റെ മകൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നു രാജാവേ നന്നായി പടച്ചോനെ നിറലൊലി പോയി കൊടുക്കും. ആമീൻ. ആമീൻ. അത്രല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാരും ചോദിച്ചോണ്ടേയിരിക്കണം, അച്ഛമ്മനൊന്ന് കാണിച്ചു തരുമോ, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ദൈവം പടച്ചോൻ വരും. പടച്ചോൻ വന്നു നമുക്ക്. എൻ്റെ അമ്മ വന്നില്ലേ, പടച്ചോൻ വന്ന് നേരിൽ ഇറങ്ങി. അത് ഇനി ഇതെന്താണമ്മ ഇല്ലേ? നമുക്കല്ലാണ്ട് ഞാൻ ഒരു ഇതിനുമില്ല. എന്തിനാ വിഷമിക്കണേ, ഞാനില്ലേ. അതന്നെ എൻ്റെ മകന് കിട്ടട്ടെ, നിറച്ചൊലുവായി വരട്ടെ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുമ്പോ അവളിനെ വിളിച്ചാൽ അവള് വരും. എൻ്റെ പൊന്നു ഇത് വാങ്ങട്ടെ ഫോണ്. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇനി വരുമ്പോ ഞാൻ ഒരു ഫോണും സിമ്മൊക്കെ എടുത്തിട്ട് വരും. എന്നിട്ട് അതിലിങ്ങനെ കാണിച്ചു തരും എങ്ങനെയാണ് അമർത്തേണ്ടത്. അപ്പൊ എന്നെ വിളിച്ചാ സംസാരിക്കാം. അതെ, എന്റെ പേര് മാത്രം ഞാൻ സേവ് ആക്കി വെക്കും, എന്റെ നമ്പർ മാത്രം. അപ്പൊ പച്ച പിടിച്ച അമർത്തി എനിക്ക് വരും. അതാണ് പച്ച പിടിച്ച അമർത്ത അല്ലേ. പച്ചയിൽ എന്റെ പേര് മാത്രം മതി. അതങ്ങോട്ട് അമർത്തിയ എന്റെ മകളുടെ ഒച്ച വെക്കാം. അതന്നെ പൊന്നു മകളെ. ഇത് ഇവരുടെ കയ്യിലുള്ള പൈസ തീരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരൂലേ, ആ സമയത്ത് ആവശ്യത്തിന് കൊടുക്കും. ഇത് കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്താൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരും, ഇവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ. ഇനി ഇവരുടെ കയ്യിൽ, അച്ഛമ്മൻ്റെ കയ്യിൽ കുറച്ച് പൈസ വേണ്ടേ? അച്ഛമ്മക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം, ഇപ്പോ എണ്ണ തീർന്നു, അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനുള്ളതാണ്. ഇപ്പൊ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും വാങ്ങാനുള്ളതാണ്. ഈ പൈസ കഴിയുമ്പോ അവിടെ പോയി ചോദിക്കുക, അവര് തരും. ഇനി അവരുടെ കയ്യിലെ പൈസ കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും, അപ്പൊ അവര് തരും. ഓക്കെ. എനിക്ക് വയ്യ അമ്മ. അമ്മ ദേവലോകം വന്നു പറഞ്ഞില്ലേ ഞാൻ, അവൾക്ക് നിറഞ്ഞ് എൻ്റെ മന ഓടിച്ചു വരിഞ്ഞ് കിട്ടും. അവള് നന്നായത് കൊണ്ടല്ലേ ഞങ്ങക്ക് കിട്ടട്ടെ. പോയവിടെ അച്ഛമ്മക്ക് ഒരു കാര്യം അറിയോ, പഠിച്ചോൻ എന്നെ എന്തിനാ നന്നാക്കിന്നറിയോ? നിങ്ങളൊക്കെ എന്നെ കാത്തിരിക്കല്ലേ, അതുകൊണ്ട് എന്നെ നന്നാക്കിയത്. അപ്പോഴല്ലേ എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ ഇവിടെ കൊണ്ടുവന്ന്. ഇവർക്ക് നേരിട്ട് പഠിച്ചവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുറച്ച് തന്നിട്ട് കൊടുക്കാൻ കാണാൻ വെള്ളത്താകും പോലെയാണ്. ഇപ്പൊ നമുക്ക് കണ്ടു പഴകിയപ്പോഴേ പൊന്നു മകനെ രാജാവേ നന്നായിരിക്കും. പൊന്നു മകനുള്ളൂ. ഞാനുണ്ടല്ലോ, ഞാനേ ഉള്ളൂ, ഞാനുണ്ട്. എൻ്റെ പൊന്നു മകളെ കൊണ്ടുവന്നിട്ടുണ്ട്.
അതാ ഇറച്ചി. പടച്ചോ നേലി ഇറങ്ങട്ടെ എൻ്റെ മകൻ. പടച്ച തമ്പര നേലി ഇറങ്ങി കോടീശ്വരി മകളാവട്ടെ. അമ്മ പിന്നെ രാമച്ചോ കണ്ടാ നമ്മുടെ പൊന്നു മകൻ കൊണ്ടുവന്നു. തിന്നോട്ടാ. താടി ഒന്ന് കളയാൻ പോണം. ഞാൻ ആളിനെ വിളിച്ചു കൊണ്ടുവരാം. ഓ എങ്ങോട്ടും പോകുന്നു വേണ്ട, കാല് വയ്യാത്തോടത്ത് പോണ്ട. ഞാൻ ആളിനെ പറഞ്ഞേക്കാം. നമുക്ക് മുടിയും താടിയൊക്കെ കളയണ്ടേ? കളയണ്ടേ? ഇടങ്ങറായി തുടങ്ങിയ താടിയൊക്കെ വളർന്നിട്ട് സുന്ദരനാക്കണ്ടേ? അന്നത്തെ പോലെ താടി മീശ ഒക്കെ എടുത്ത് സുന്ദരനാവണ്ടേ? ശരി, ഞാൻ ആളെ പറഞ്ഞേക്കാം കേട്ടാ. ഞാനും വരാം പറ്റിയാല്. പരീക്ഷ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ഒക്കെ. അതാണ് കണ്ട രാമച്ചൻ എന്നെയും കാത്തിരിക്കുന്നുണ്ട്. എനിക്കറിയാം, അതാണ് ഞാൻ കയ്യിൽ വെച്ചത്. രാമച്ചൻ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും രാമച്ചൻ അറിയാം. സന്തോഷായില്ലേ? ബീഡി വലിക്കാൻ തോന്നുമ്പോഴേ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് വാങ്ങിപ്പിച്ചാ മതി. അതാണ്. എന്താ പൊന്നോ എന്താ കാട്ടം. നഖം വെട്ടണല്ലേ? നഖം വന്നു. നിങ്ങൾക്ക് ആ മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുവാ? ആരെങ്ങനെ അതിന്റെ വെളിവുണ്ടവന് നമുക്കുണ്ടാ? ആ കുഴപ്പമില്ല, ഞാനുണ്ടായില്ല. മകളും മരുമകളും എല്ലാരും കൂടി അവള് തന്നെ. പിന്നെന്ത്, ഇത് എന്റെ പൊന്നു രാജാവ് കോടീശ്വര പ്രതി മകളാട്ടെ. അതെന്നെ പറയുന്നത്. അപ്പൊ ഈ കൊടുത്തതില്ലേ ലക്ഷങ്ങൾ കിട്ടിയ പോലെയായി അതിന്. ലക്ഷം കോടി കിട്ടിയ പോലെയായി. എപ്പോഴും പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒന്നും വാങ്ങാണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ഞാന് ഈ പറഞ്ഞ പോലെ ഇത് 100-300 റുപ്യ കോയിപ്പോ താടാ കാശ് വന്നിട്ട് തരാൻ വേണ്ട തന്നു കൂട്ടാ. നച്ചി പറഞ്ഞിട്ട് തിരിച്ച് പഞ്ചാരയോ എന്തെങ്കിലും ആരെ പോട്ട് വാങ്ങണ്ടമ്മ. അവിടെ പോയിട്ട് വരും 500 റുപ്യ വരെ കടം തരും അവൻ. തരും. ഏത് കടയിൽ നിന്ന് സാധനം വാങ്ങാം? ഈ കടയിൽ നിന്ന്. ഇവിടെ എവിടെയാണ്? ഇതിൽ കൂടെ പോകാൻ പറ്റുമോ? അവിടെയൊക്കെ വാങ്ങും. അതിന് സ്ഥിരമൊന്നുമില്ല. അത് അവിടെ വാങ്ങുമ്പോഴൊന്നും. ഓ അതൊക്കെ തരും ചെയ്യും. കോയപ്പോ ഒന്നുമില്ലടാ പറഞ്ഞാ കൊണ്ടുപോയിട്ട് അച്ഛേ പറയും. എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. ശരി, ഇറങ്ങാണ് ഞാന്. താടിയും മീശയും കയ്യൊന്നും കുമ്പിടണ്ട. സന്തോഷായ? എന്താ പറഞ്ഞേ? സന്തോഷായി. അതൊക്കെ വയസ്സമ്മന്റെ കേട്ട എന്റെ അതന്നെ അത് ഇവിടെ നന്നായി. ശരി, ഞാൻ ഇറങ്ങാണ്. ഇനി വരാം ഇടക്കല്ല. ഇത് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ ആളിനെ കൂട്ടിയിട്ട് വരാം. എന്നിട്ട് സുന്ദരനാക്കി തരാം. ഓക്കെ ശരി. അപ്പൊ അച്ഛമ്മ പിന്നെന്താ കാണാണ്ട്. എന്റെ പൊന്നു മോൻ കാണണം. ഞാന് അന്ന് പോയ പോക്കല്ല, പോയിട്ട് ഒരു കൊല്ലം വരെ. ആയിട്ടില്ല, 2 മാസം ആയിട്ടുള്ളൂ. 2-3 മാസമായി. അതാണ് അവർക്ക് കുറേ ദിവസമായ പോലെ തോന്നുന്നത്. പോലെ കാണുമനെ. അതാണ്. ശരി, ഞാൻ ഒഴിവ് കിട്ടുമ്പോ വരും. അതിനൊക്കെ ഒഴിവില്ല. ദേഹത്തിനൊക്കെ നോക്കി കാലക്കൊത്തി നേരെ നടക്കാൻ പടച്ചോൻ കാക്കട്ടെ. എന്റെ മനു എവിടെയൊക്കെ ഓരോട് ഇരുന്നാ മതിയാ. പിന്നെ എന്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒരു കമ്മട്ടല്ല, അത് ഉറങ്ങാണ്ടായിട്ട് വന്നതാണ്. ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ചെയ്തിട്ട് ഒരു 15 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും പറഞ്ഞു. കണ്ണിൽ കെട്ടിയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യണം. അപ്പൊ ദുആ ചെയ്യും, പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കാം. അറിയാതെ എന്റെ മകന് വേദനയും വരുത്തുമില്ലാതെ മാറ്റി കിട്ടണേ പള്ളാ പറയാ. അതന്നെ നമുക്കറിയുള്ളൂ. ഞാൻ പോകാണ്. എന്റെ മകൻ നന്നായി വരട്ടെ. നന്നായി വരട്ടെ എന്റെ പൊന്നു മകൻ. ശരി, പോയിട്ട് കിട്ടൂളേ. വിഷമിക്കണ്ട, കാണാനില്ല കൊണ്ട് കാര്യമില്ല. ഞാൻ വരും. ഞാൻ ഈ സാധനം കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ഇതില് വാങ്ങാം. അതും കഴിഞ്ഞ് അവർക്ക് ചോദിക്കാം. പിന്നെ ഇനി അവരിൽ നിന്ന് കഴിഞ്ഞ് ഞാൻ അയച്ചു കൊടുക്കാം. ശരി, ഇറങ്ങട്ടെന്നാ. അമ്മച്ച പോയിട്ട് തരാം. ശരി ശരി. കൊടുക്കുന്ന റൗണ്ട് അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. എനിക്ക് എന്താ ഇനി വേറെ എന്തെങ്കിലും എന്താ തരാന്ന്. ഞാൻ ഇതിന്റെ കുറച്ച് വിത്ത് എടുക്കുന്നുണ്ട്. തുളസി, എന്റെ അവിടുത്തെ തുളസി ഒക്കെ പോയി. എനിക്ക് തുളസി തലവൊക്കെ ഇഷ്ടമാണ്. നല്ല മണം ഉണ്ടാവും. ആ വാസന നോക്കി. വാസന കേട്ട തന്നെ ചൂനേരം വിടും. അതാണ്.
മതിയാ എന്തിനാ കരയണത്? കാണാതെ ഒന്ന് കണ്ണിന്ന് വെള്ളം ഇപ്പൊ കണ്ണിന്ന് കളക്കം വെള്ളം പോയത് നുണ പറയല്ല. ആ ദേവലോകം വന്ന പോലെയായി വേണ്ടാണ് പൊന്നും മകനെ ഞാൻ തരാനില്ല. എൻ്റെ ഈ സ്നേഹം പോരെ. എൻ്റെ പൊന്നും മകനെ നന്നായി ഇരിക്കട്ടെ. അള്ളാ കാക്ക് എൻ്റെ മകനെ കാക്ക്. ഓ ഇച്ചു ബേബി കരഞ്ഞോണ്ടിരിക്കാണ്. ഞാൻ കണ്ടു ശ്രദ്ധിച്ചു, പക്ഷെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആമീൻ കുട്ടിയാണ്. അപ്പോൾ അത് ആയുസ് കൊടുക്കട്ടെ. ആമീൻ. മക്കൾക്കും തള്ളയ്ക്കും എന്നാ ഓടിക്കൊണ്ട് വരാനും നാദിയില്ല മോനെ. ഇത് ബുത്താണ് ചെണ്ടുമല്ലി വിത്ത് ഞാൻ വെക്കാം. എൻ്റെ പുതിയ വീടൊക്കെ എടുക്കുമ്പോ അതില് ഞാനിങ്ങനെ വെക്കും. ആ അപ്പൊ ചെടി കാണുമ്പോഴൊക്കെ ഓർമ്മ വരും. അച്ഛമ്മ തന്നാണ്, അപ്പൊ വേഗം അച്ഛമ്മനെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്മ. ഉമ്മ വെക്കാൻ അങ്ങനെ ബാക്കിൽ നിന്ന് വെക്കുന്നു വേണ്ട, ശരിക്കും ശരി. ആ ശരി, പോയിട്ട് വരാം. കുട്ടികളെ ടാറ്റാ ബൈ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ശരി അച്ഛമ്മ. ഓ വരാ ശരി. എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ പറയണം. ശരി. ആ എണ്ണ അത് ഇത് ഇല്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കണ്ട അവിടുന്ന് വാങ്ങിച്ചോളേ. ആമീൻ ആമീൻ. ശരി എന്നാ പോയിട്ട് വരാം. ബാ. ഹലോ, ഓർമ്മയുണ്ടാ? ആ അതൊക്കെ ആരാണ്? ആ ആ ആ ആ എന്താണ്? എന്താ പൊന്നും കട്ടെ, ഓർമ്മയുണ്ടാ? ഓ എന്റെ കുട്ടികള് വന്നേ. ഞാൻ ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാണ് നിങ്ങൾക്ക്. ഇവിടെ വെക്കണ്ടേ സാധനം? ചെയറൊക്കെ ഇരിക്കാൻ സൂപ്പറല്ലേ? ആ അപ്പൊ അതെ, ഞാൻ എന്തൊക്കെ സാധനം കൊണ്ടുവന്നത് കാണിച്ചു തരാം. എനിക്ക് ഇനി അറിയാതെ വേണ്ടിട്ടാണ്. ഇങ്ങനത്തെ കുറച്ച് കടുക് ആ വക കുറച്ച് സാധനം ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് സ്നാക്സ് ആണ് കേട്ടോ. ഇതാ വൈകുന്നേരത്തിൻ്റെ റസ്ക് ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് കഴിക്കാൻ. ഇതാ ബാക്കിയുള്ളത് സോപ്പ്, തേച്ച് കുളിക്കാനുള്ള സോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സോപ്പാണ്. ഞാൻ ഇറങ്ങട്ടെന്നാ. ആ അതെ, ഇതും റസ്ക്കാണ്. ഇതാ സോപ്പ് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലുള്ള സാധനങ്ങളുണ്ട്. കഴിയുമ്പോൾ എടുത്ത് ഉപയോഗിച്ചോളേ. ശരി എന്നാ പോട്ടെ. കാലിനൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? സമാനുണ്ട്. പൂവാണ്. ആ സമയമില്ല, പോയിട്ട് വേണം പഠിക്കാൻ. നാളെ പരീക്ഷയാണ്. തങ്കമളെ പൂവാണ്. എന്താ ചെയ്യാ, എൻ്റെ കുട്ടികളെ കണ്ടിട്ട് പൂതി കൂടി മാറുന്നില്ലേക്ക് ഒന്നും കട്ടെ. ശരി, എന്തായാലും ഞങ്ങൾ ഇറങ്ങാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് ഉപയോഗിക്കും. ഇനി വരുമ്പോ ഞാൻ കൊണ്ടുവരാം. ആയിക്കോട്ടെ. എൻ്റെ കുട്ടിയൊക്കെ കൊടുന്നു തരുന്നുണ്ട്. എൻ്റെ മക്കളുടെ കൂടെ ഞാൻ എന്തേ അത്രയ്ക്ക് സന്തോഷമാണ് പറയാ. ആ ഞാൻ എപ്പോഴും നിങ്ങളെ ആലോചിക്കുന്നുണ്ടേ. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വരാം. ശരി ശരി, പോയിട്ട് വരും. ആ എന്താണ് ബേബി പിടിക്കോ? ബേബി എന്തൊക്കെയാ കൊണ്ടുവന്നിക്കണ്? അത് താഴെ വീഴും. പിടിച്ച അയച്ചനൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പിടിക്കും, ഇവിടെ പിടിക്കണം. അപ്പൊ താഴെ ഇടുമല്ലോ. നടക്ക് അച്ഛ, നടക്ക്. ബാ. അതെ, കുട്ടികൾ കുറച്ച് കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു.
ഇനി അത് ചൂടാക്കണം. ആ നടക്ക്, സൗണ്ട് വെച്ചിട്ടോ. അങ്ങനെ മനസ്സിൽ വലിയൊരു ഭാരമായിരുന്നു കുറേ ദിവസത്തെ. അതൊന്ന് ഇറക്കി വെച്ചപ്പോൾ നല്ലൊരു സമാധാനം. ഒരാൾക്ക് നമ്മളെ കൊണ്ട് സന്തോഷം കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തോടു കൂടി വീട്ടിലേക്ക് മക്കൾക്ക് സ്നാക്സും വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ കമൻസ് ഇടുക കേട്ടോ.